ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1974. ഇന്ന് മെയ് മാസം 27-ാം തീയതി 147-ാമത്തെ ദിവസത്തിലെത്തി. സുഹൃത്തായ പെൺകുട്ടിയോട് പ്രണയം പറയാനായിട്ട് അയാൾ തീരുമാനിച്ചു. അവളെ ഒരു ചായക്ക് ക്ഷണിച്ചു. പക്ഷേ പരിഭ്രമം മൂലം ചായക്കകത്ത് പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണിട്ടത്. എങ്കിലും കാര്യം തിരിച്ചറിഞ്ഞപ്പോ ജാള്യം മറയ്ക്കാനായിട്ട് അയാൾ പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ഉപ്പിട്ടതാകട്ടോ, അതെന്റെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കും. കടൽ തീരത്ത് വളർന്ന എന്റെ കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും എന്റെ ഉടുപ്പിന് പോലും ഉപ്പിന്റെ രുചിയായിരുന്നു. കുട്ടിക്കാലത്തെ അത്രയധികം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന അയാളെ തന്നെ അവൾ വിവാഹം ചെയ്തു. ഉപ്പിട്ട് ചായ ദിവസവും അവൾ നൽകി. വർഷങ്ങൾക്ക് ശേഷം അയാൾ മരിച്ചു. പിന്നീട് എന്നോ കിട്ടിയ അയാളുടെ ഡയറിയിൽ ഇങ്ങനെയൊരു കുറിപ്പുണ്ടായിരുന്നു: പ്രിയപ്പെട്ടവളെ, എനിക്ക് ചായ മധുരമിട്ട് കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം. ആദ്യ കാഴ്ചയിൽ അങ്ങനെ പറഞ്ഞത് സംഭവിച്ച അബദ്ധവും ആ ജാള്യവും മറയ്ക്കാൻ വേണ്ടിയായിരുന്നു. പിന്നീടും തിരുത്താനായിട്ട് അവസരമുണ്ടായിരുന്നു. പക്ഷെ തിരുത്തിയാല് നിന്നെ മൊത്തത്തിൽ നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടും തിരുത്താതിരുക. പ്രച്ഛന്ന വേഷങ്ങളിൽ തുടരേണ്ടി വരുന്നത് ജീവിതത്തെ ഓരോ നിമിഷവും എന്തുമാത്രം ഭാരപ്പെടുത്തുന്നുണ്ടാവും. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ കെട്ടിയാടുന്ന മുഴുവൻ പ്രച്ഛന്ന വേഷങ്ങളെയും കാര്യമായിട്ടൊന്ന് പരിഗണിക്കണേ. ബോധപൂർവം മാറി നിന്ന് കണ്ട് ഒന്ന് ലജ്ജിക്കണേ. ഊരിവെക്കാനായിട്ട്, കുറച്ചുകൂടി ധൈര്യം കിട്ടാനായിട്ട്, കുറച്ച് വിവസ്ത്രനായിട്ട് നിൽക്കാനായിട്ട്, ഒരു നിലപാട് കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇസഹാക്ക് എന്ന് പറയുന്ന അപ്പൻ്റെ അടുത്തേക്ക് ഇളയപുത്രൻ തന്റെ ചേട്ടനായി അഭിനയിച്ച് കടന്നു എന്ന ഭാഗം ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിലുണ്ട്. വായിച്ചു പോയപ്പോൾ വല്ലാത്ത ലജ്ജയും ആത്മഭാരവും തോന്നി. അവരെ കുറ്റപ്പെടുത്താനായിട്ട് വല്ലാത്തൊരു തിടുക്കമൊക്കെ എൻ്റെ ഉള്ളിൽ പെരുകുന്നുണ്ട്. പക്ഷേ ഞാൻ കെട്ടിയാടുന്ന പ്രച്ഛന്ന വേഷങ്ങൾ എത്ര എണ്ണമാണ്? ആരുടെ എല്ലാം മുമ്പിൽ, ഏതെല്ലാം വിധത്തിലാണ്? ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു ക്രിസ്തുയേശു ഉണ്ടെന്ന് പോലും ഓർക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ആപത്തും അബദ്ധവും ഒക്കെ. പിന്നെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ട് അണിയുന്ന വേഷങ്ങളുടെ ബലിയാടായി തീരേണ്ടി വരിക ഒടുവിൽ ഓരോരുത്തരും. അവനവനായി തന്നെ നിൽക്കാനായിട്ട് എപ്പോഴാണ് നമുക്ക് സാധിക്കുക? ക്രിസ്തുയേശു നല്ലൊരു മാതൃക കൂടിയാണ്. ആമേൻ.